നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വ്യായാമം ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും ഒരു ക്രിമിനൽ മൈൻഡ് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതിനെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മൾ കണ്ടുവരുന്നത് വ്യായാമം ചെയ്യുന്ന ഒരു പയ്യനാണെങ്കിൽ, എൻ്റെ അനുഭവത്തിൽ പറയാണ്, വ്യായാമം ചെയ്യുന്ന നല്ല ബോഡിയൊക്കെ ഉള്ളൊരു പയ്യൻ ഒരിക്കലും ഒരു ക്രിമിനൽ സ്വഭാവത്തിലോട്ട് അല്ലെങ്കിൽ ഒരു മറ്റ് അടിപിടി കേസിലോ ബഹളത്തിലൊന്നും പോകാൻ ചാൻസ് വളരെ കുറവാണ്. കാര്യം ഇന്ന് പല വീടുകളിലും ജിമ്മിൽ പോകാൻ പറയുമ്പോൾ പോകണ്ട എന്ന് വിലക്കുന്ന ചില സ്ഥലങ്ങളിൽ അത് സംഭവിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളെ വീടിൻ്റെ അടുത്ത് നമുക്ക് നല്ലൊരു ബോഡി ബിൽഡർ അല്ലെങ്കിൽ നല്ലൊരു ജിമ്മിൽ പോയി നല്ല ശരീരം സൂക്ഷിക്കുന്ന ഒരു പയ്യനുണ്ടെങ്കിൽ അവനെക്കൊണ്ട് നമുക്ക് ഏതോ ഒരു ബുദ്ധിമുട്ടും ഒരാളിന് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ആ പയ്യൻ എപ്പോഴും നല്ല സ്വഭാവമായിരിക്കും. മറ്റുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും അവൻ്റെ പെരുമാറ്റം. ഏത് കാര്യത്തിനും മുന്നിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യും. അല്ലാതെ എടുത്തു ചാടി ഒരു കാര്യം സംസാരിക്കുക, അവരോട് മോശമായി പെരുമാറുക. മറ്റുള്ളവരിൽ നിന്നോ, അതായത് വ്യായാമം ചെയ്യാത്ത ഒരാളിനെ വെച്ച് നോക്കുമ്പോൾ വ്യായാമം ചെയ്യുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും നല്ല സ്വഭാവം തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് ഈ ഒരു വിഷയം പറയാൻ ഉദ്ദേശിച്ചത്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരിടത്ത് ഒരു പ്രോഗ്രാമിന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരിടത്ത് ഒരു ആവശ്യത്തിന് പോവുകയാണെങ്കിൽ നല്ല ശരീരമുള്ളൊരു പയ്യൻ എപ്പോഴും മാറി നിന്ന് അവന് വളരെ ലളിതമായ രീതിയിലായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യണത്. പക്ഷേ ഈ വ്യായാമമൊന്നും ചെയ്യാതെയും മറ്റ് ഒരു ആരോഗ്യവും ഒക്കെ കുറഞ്ഞ ചില വ്യക്തികളാണെങ്കിൽ, ചില പിള്ളേർ കുറച്ച് ഭയങ്കര തെറുപ്പും കുറച്ച് ബഹളവും കുറച്ച് അട്ടഹാസവും ഒക്കെ ആയിരിക്കും. കാരണം ഇവർക്ക് പിന്നെ നേരെ തിരിഞ്ഞ് നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അവരാരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഒരു മസിൽ അല്ലെങ്കിൽ ഒരു നല്ല ബോഡിയുള്ള നല്ല വ്യായാമം ചെയ്ത് ഉണ്ടാകുന്ന നല്ല ഒരു പയ്യന് അവന് ഒരുപക്ഷെ ആ മറ്റേ പയ്യൻ ചെയ്യുന്ന അത്രയൊന്നും അവന് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവന് കുറച്ച് ഒതുങ്ങി മാറി തന്നെ നിൽക്കും. ഇപ്പം നമ്മളിപ്പോൾ തന്നെ ഈ ബൈക്കുകൾ ഓടിച്ച് പോകുന്നതിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ വളരെ മെലിഞ്ഞ പയ്യന്മാരാണ് ഏറ്റവും സ്പീഡിൽ നമ്മൾ കാണുന്നത് വണ്ടി ഓടിച്ച് പോകുന്നത്. പക്ഷേ അവരെ നമ്മൾ ശരീരം നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. ഒരു ഹെൽമെറ്റ് മാത്രമാണ് അവരുടെ തലയിൽ കാണുന്നത്. ബാക്കി ഒന്നും കാണാനേ പറ്റും. അത്ര വളരെ മെലിഞ്ഞവർ. എന്നാൽ നല്ല സൈസ്, നല്ല വണ്ണം അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരെ ഒരിക്കലും ആ രീതിയിൽ വണ്ടി ഓടിച്ച് അങ്ങനെ അലക്ഷ്യമായ രീതിയിൽ വാഹനം ഓടിക്കുന്നതൊന്നും എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഈ വ്യായാമം കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് അതാണ്. നല്ല സ്വഭാവമായിരിക്കും. വ്യായാമം ചെയ്യുന്ന ഒരു പയ്യൻ നമ്മളെ വീടിൻ്റെ അടുത്തുകൊണ്ട് അവനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് അവന് സമൂഹത്ത് ഒരു മറ്റുള്ളൊരു ഇപ്പോൾ പുകവലിക്കുന്ന കാര്യത്തിലായാലും മദ്യപിക്കുന്ന കാര്യത്തിലായാലും അവനൊന്ന് പുറകിലോട്ട് പോകും, വേണ്ട എന്നൊരു തോന്നൽ അവന് ഉണ്ടാവും. അപ്പോൾ വ്യായാമം ചെയ്ത ഒരാൾ ചെയ്യുന്ന അതേ രീതിയിലൊന്നും ആയിരിക്കില്ല ആ വ്യായാമം ചെയ്യുന്ന ഒരു പയ്യൻ്റെ സ്വഭാവം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വിഷയം എടുത്ത് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വ്യായാമം ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോകുന്ന പിള്ളേരെ ഒരിക്കലും നിങ്ങൾ വിലക്കരുത്. വ്യായാമം ചെയ്യാൻ പോകുന്നത് അതൊരു മോശപ്പെട്ടൊരു കാര്യമല്ല, വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെ അതിന് പ്രോത്സാഹനം ചെയ്ത് നിങ്ങൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അവർ വ്യായാമം ചെയ്യാൻ 1 മണിക്കൂർ ചിലവാക്കാനുള്ളൊരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കണം. ഒരു കാരണവശാലും വ്യായാമം ചെയ്യാൻ വേണ്ടി ഒരു പയ്യൻ വീട്ടിൽ നിന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവനെ വിലക്കരുത്. അയാളെ ഇഷ്ടത്തിന് വിടുക. ഒരിക്കലും പോയി നശിക്കില്ല. വ്യായാമം ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇൻസ്ട്രക്ടർമാർ അല്ലെങ്കിൽ അവരുടെ മാസ്റ്റർമാർ ഒരിക്കലും അവരെ വഴിതെറ്റിക്കാനുള്ള ഒരു കാര്യവും പറഞ്ഞു കൊടുക്കില്ല. എന്നിപ്പോൾ നമ്മുടെ ജിമ്മിൽ തന്നെ ഒരു പയ്യന് വന്ന് വർക്കൗട്ട് വ്യായാമം ചെയ്യുമെന്ന് കഴിഞ്ഞാൽ അവൻ പുറത്ത് എവിടെ നിന്നാൽ തന്നെ ഞാൻ അവനെ ശ്രദ്ധിക്കും. അവൻ എന്തിനാണ് അവിടെ നിൽക്കുന്നത്, എന്തിനാണ് അവൻ അവിടെ നിന്നതെന്ന് വരുമ്പോൾ ഞാൻ ചോദിക്കും. അതുപോലെ അവർ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ച് പോയാലും ഞാൻ വരുമ്പോൾ ചോദിക്കും, എടാ നീ ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ച് പോയാലും എന്താ നീ ഹെൽമെറ്റ് വയ്ക്കാത്തതെന്ന്. അതുപോലെ 3 പേര് ചേർന്ന് എപ്പോഴെങ്കിലും കയറി പോകുന്നെങ്കിൽ ഞാൻ അവരോട് പറയും അങ്ങനെ ചെയ്യരുത്. അതുപോലെ 18 വയസ്സ് കഴിയാത്ത ഒരാൾ വണ്ടി ഓടിച്ച് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരോട് പറയും, നിങ്ങളത് 18 വയസ്സ് ലൈസൻസ് കിട്ടാതെ വണ്ടി ഓടിക്കരുത്, അത് ഒരുപാട് പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇല്ല സാർ ഞാൻ ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഇവിടെ ജിമ്മിൽ വിടുന്ന പിള്ളേരെ ഒരിക്കലും അവർ നശിച്ചു പോകത്തില്ല. അവർ വ്യായാമം ചെയ്യുന്നതിന് കൂടത്ത് അവർക്ക് കുറച്ച് നല്ല കാര്യം കൂടെ മാസ്റ്റർ പറഞ്ഞു. അപ്പോൾ മാസ്റ്റർ പറഞ്ഞ ഏത് കാര്യവും അവർ അനുസരിക്കും. കാരണം ഒരു ജിമ്മിലെ മാസ്റ്റർ എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും സ്നേഹമാണ്, എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പം മറ്റുള്ളവർ പറയുന്നേക്കാൾ കൂടുതൽ ജിമ്മിലെ മാസ്റ്റർ പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ പയ്യൻ അനുസരിക്കും. അപ്പോൾ അതുകൊണ്ട് ജിമ്മിൽ വിടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ പയ്യന് ഒരു ദോഷവും ഉണ്ടാവില്ല. അവൻ നല്ല ആരോഗ്യവനായിട്ട് നമ്മുടെ സമൂഹത്ത് എപ്പോഴും അവന് നല്ല ഗുണമുള്ള ഒരാളായിട്ട് മാറും. ആ ഒരു കാരണം കൊണ്ട് ജിമ്മിൽ വ്യായാമം ചെയ്യാനുള്ള പ്രോത്സാഹനം എല്ലാ വീട്ടുകാരും ചെയ്യണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്.